ഘൃതത്തിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെയധികം പ്രയോജനങ്ങളുള്ള ഒരു നെയ്യാണ് ജാത്യാതിഘൃതം. ഇത് സാധാരണയായിട്ട് നമ്മൾ പുറമേ പുരട്ടാനാണ് പതിവ്. പുറമേ പുരട്ടുന്നത് മൂലം ഇത് അർശസ്സും അതുപോലെ തന്നെ ആക്സിസും ഒക്കെ ഭേദപ്പെടാൻ സഹായിക്കുന്ന ഒരു ഘൃതം കൂടിയാണ് ജാത്യാതിഘൃതം. ഇത് ഓയിൻമെൻറ്റ് ഫോമിലും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഈ ഘൃതം നമ്മൾ പുറമെ പുരട്ടുന്നത് മൂലം ദുഷ്ടവ്രണം അല്ലെങ്കിൽ വളരെ കാലം പഴക്കം ചെന്ന അൾസർ പോലുള്ള ദുഷ്ടവ്രണങ്ങൾ നമുക്ക് ഉണങ്ങിക്കിട്ടാനും സഹായിക്കുന്നു. ഇത് നമ്മൾ എങ്ങനെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ദുഷ്ടവ്രണത്തിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു കോട്ടൺ ക്ലോത്തിൽ ഇത് നെയ്യ് നന്നായിട്ട് മെൽറ്റ് ചെയ്ത്, അതായത് നന്നായിട്ട് അലിഞ്ഞ നെയ്യ് കുറച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് ഒഴിക്കണം. ഈ കോട്ടൺ ക്ലോത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു ഗോസ് ആയാലും നല്ലതാണ്. ഗോസിൽ ഒഴിച്ചതിന് ശേഷം അവിടെ വെച്ച് ബാൻഡേജ് ചെയ്യാണ് പതിവ്. അതിന് മുമ്പായിട്ട് നമ്മൾ ത്രിഫലയുടെ കഷായത്തിൽ ഈ ഊണ്ട് അല്ലെങ്കിൽ ഈ അൾസർ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ജാത്യാതിഘൃതം വെച്ച് ബാൻഡേജ് ചെയ്ത് വെക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദുഷ്ടവ്രണം അല്ലെങ്കിൽ വളരെ കാലം പഴക്കം ചെന്ന വ്രണങ്ങൾ മാറിക്കിട്ടാനും ഉണങ്ങിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ജാത്യാതിഘൃതത്തിൻ്റെ ഉപയോഗം. മാത്രമല്ല നമ്മുടെ ഡ്രൈ സ്കിന്നിനും അതുപോലെ തന്നെ കാലിലൊക്കെ വെടിച്ചു കീറുക അതുപോലെയുള്ള കണ്ടീഷൻസിനൊക്കെ ജാത്യാതിഘൃതത്തിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ പരു പോലെയുള്ള കണ്ടീഷൻസ്, അതായത് അധികം ഇൻഫ്ലമേഷണറി കണ്ടീഷൻസ് ആയിട്ടുള്ള നമ്മുടെ ആപ്സിസ് പോലുള്ള ഫിസ്റ്റുല, അതുപോലൊക്കെ ഫിഷർ, ഇതിനൊക്കെ നമുക്ക് ജാത്യാതിഘൃതം അപ്ലൈ ചെയ്യുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഫിസ്റ്റുലയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഗോസ് എടുത്തതിന് ശേഷം അതിനകത്ത് ജാത്യാതിഘൃതം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ച് നമുക്ക് ബാൻഡേജ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ സിസ് ബാത്തും ചെയ്യുന്നതും വളരെ ഫലപ്രദമാണ്. അർശസിനൊക്കെ ആണെങ്കിൽ സിസ് ബാത്ത് ചെയ്യുന്നത് 15 മിനിറ്റ് നേരം ത്രിബലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇരിക്കുന്നതൊക്കെ വളരെ ഫലപ്രദമാണ്. അർശസ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഉദരങ്ങളായ ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിൽ, നീറ്റൽ, ഇതുപോലെ ഉള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനായിട്ട് വളരെ ഫലപ്രദമാണ് ജാത്യാതിഘൃതത്തിൻ്റെ ഉപയോഗം. ജാത്യാതിഘൃതം ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് കണ്ടീഷൻസായ നീര് വയ്ക്കുക, നീരടിക്കുക, അവിടെ തന്നെ ചുമപ്പ് നിറം, അതുപോലെ തന്നെ ചൂടായിട്ട് ഇരിക്കുക ആ സ്ഥലം, അതുപോലെ തന്നെ അത് ഭയങ്കര പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവുക. ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ ഈ നീരിൽ നമുക്ക് പുരട്ടാൻ പറ്റുന്ന ഒരു ലേപനമാണ് ജാത്യാതിഘൃതം. ഇതിന് നമ്മൾ ആക്സിസ് എന്ന് പറയുന്ന